കേരളത്തിൽ ബി.ജെ.പി. സി.പി.എം കൂട്ടുകെട്ടിന്റെ ഇപ്പോഴത്തെ ഇടനിലക്കാരൻ മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രനെന്ന് മുൻ കെ.പി.സി.സി. പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതാണ് കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ പ്രകാശ് ജാവേദ്കറെ കണ്ടതിലൂടെ വ്യക്തമായത്. എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ തനി എൻ.ഡി.എ കൺവീനറുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ബിസിനസ് പങ്കാളിത്തത്തോടെ തുടങ്ങിയ ബന്ധം ഇപ്പോൾ രാഷ്ട്രീയ ബന്ധമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ കോൺഗ്രസിനെയും യു.ഡി.എഫിനെയും തോൽപ്പിക്കാനായി ബി.ജെ.പിയും സി.പി.എമ്മും പരസ്യമായ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ എൻ.ഡി.എ കൺവീനറെ പോലെയാണ് പെരുമാറുന്നത്. പരസ്പര ധാരണയുള്ള സീറ്റുകൾ ഇതിനോടകം തന്നെ ഇ.പി. ജയരാജൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇ.പി. ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള വ്യവസായ ബന്ധം രാഷ്ട്രീയ ബന്ധമായി വളർന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിനെ തകർക്കുക, യു.ഡി.എഫിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ബി.ജെ.പിയുമായി ചെങ്ങാത്തം സ്ഥാപിക്കാനാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ സി.പി.എം നേതൃത്വവും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് രംഗം പരിശോധിച്ചാൽ അത് കൂടുതൽ വ്യക്തമാകുന്നതാണ്. എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ എൽ.ഡി.എഫിന്റെ കൺവീനറാണോ അതോ എൻ.ഡി.എയുടെ കൺവീനറാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇ.പി. ജയരാജൻ ഒരു വ്യക്തിയായിട്ടല്ല നമുക്ക് കാണേണ്ടത്, എൽ.ഡി.എഫിന്റെ കൺവീനറാണ്. അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചത് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിലുള്ള മത്സരമാണ്. കോൺഗ്രസിനെ തകർക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. മുൻ എം.എൽ.എയും സി.പി.എം നേതാവുമായിരുന്ന എസ്. രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്തിനെന്ന് സി.പി.എം വ്യക്തമാക്കണം. രാജേന്ദ്രനാണ് ഇപ്പോഴത്തെ ഇടനിലക്കാരൻ. മുൻ സി.പി.എം എം.എൽ.എ ആയ 3 തവണ എം.എൽ.എ ആയ എസ്. രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്തിനാണ്? കാരണം വളരെ വ്യക്തമല്ല. സൗഹൃദ സന്ദർശനത്തിന് പ്രകാശ് ജാവ്ദേക്കറെ രാജേന്ദ്രൻ പോയി കാണേണ്ട കാര്യമുണ്ടോ? ആ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടും പാർട്ടി നേതൃത്വമോ പാർട്ടി ജില്ലാ കമ്മിറ്റിയോ ഇതുവരെ രാജേന്ദ്രനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. പൗരത്വ ഭേദഗതി വിഷയത്തിൽ സർക്കാരും മുഖ്യമന്ത്രിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. താൻ സുപ്രീം കോടതിയെ സമീപിച്ചത് കോൺഗ്രസിനു വേണ്ടി കൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.